അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ പുത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി. അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോഷോപ്പ് മാത്രം. അവരുടെ പുത്ര എന്ന് പറഞ്ഞ മോസ്ക്, അതും പിന്നെ പ്രൈം മിനിസ്റ്ററൽ ഒഫീഷ്യൽ കോംപ്ലക്സ്, അവിടെയും ജസ്റ്റ് ഫോട്ടോഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്തോ മാരത്തോൺ എന്തോ നടക്കുന്ന ഇവൻ്റ് ഉള്ളത് കൊണ്ട് അത് ഉള്ളിലോട്ടേക്ക് കാറ് വിട്ടിരുന്നില്ല. സോ ഞങ്ങൾ കുറച്ച് പുറത്ത് പാർക്ക് ചെയ്തിട്ട് കാറ് നിന്ന് വാക്ക് ചെയ്യേണ്ടി വന്നു. In 300 meters, stay to the left. Stay to the left. അങ്ങനെ ഫോട്ടോഷോപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലോട്ടേക്ക് Exit പോയി. left to exit 3 Bulaton Mall. ടു എയർ ഏഷ്യ. ഞങ്ങളിപ്പോൾ വന്നിറങ്ങിയ ടെർമിനലിൽ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ടൈമിൽ കണ്ടിട്ടുള്ളൂ. എയർ ഏഷ്യയുടെ ഹബ്ബായിരിക്കാം ഈ ഒരു ടെർമിനൽ. എയർപോർട്ട് വലിയ എയർപോർട്ടാണ്, പക്ഷേ ഒരു ടണൽ സിസ്റ്റം പോലെയാണ്. എന്ന് പറയുമ്പം ഒരു ടണൽ ഏരിയ പോലെയാണ് അവരുടെ. നമ്മൾ ഫ്ലൈറ്റിലോട്ടേക്ക് ഉള്ള വെയിറ്റിംഗ് ഏരിയ ആണെങ്കിലും എല്ലാം ഒരു ടണലിൽ ഇതാകുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഓപ്പൺ ഏരിയാസ് അല്ല, ടണൽ ഏരിയ പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും ഷോപ്സും കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പം ലെഗ് സ്പേസ് കുഴപ്പമുണ്ടായിരുന്നില്ല, സീറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റാത്ത സീറ്റായിരുന്നു, എമർജൻസി എക്സിറ്റിൻ്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ട്. അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് ഇറ്റ് വാസ് ഓക്കെ ഫോർ ബഡ്ജറ്റ് എയർലൈൻ. ഫുഡോ റിഫ്രഷ്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല, അത് നമ്മൾ വാങ്ങേണ്ടി വരും.